അപ്പം മെഡിറ്റേഷൻ അതിൻ്റെ ഒരു വഴിയാണ്. നല്ല നല്ല ചിന്തകൾ വരുത്തുന്നത്, ഹാപ്പിനെസ് ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം, നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടാവണം, കമ്പാഷൻ ഉണ്ടാവണം, ദയവുണ്ടാവണം എല്ലാവരോടും. ഇതൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കായിട്ട് ഉയരും. ഇതാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ നമ്മൾ നോർമലി ഈ ഭൂമിയിൽ ജനിച്ചു വരുന്ന ഒരാൾ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ യൂണിവേഴ്സ് മുഴുവൻ ഉള്ളതാണ്, മൈൻഡ് വ്യാപിച്ച് കിടക്കുന്നു, ബോധം അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ സെൽഫായിട്ട് നമ്മൾ ചുരുങ്ങുമ്പോഴത്തേക്ക്, ഇപ്പോൾ എൻ്റെ ബോധം, അതായത് ഞാൻ അറിയുന്ന എൻ്റെ ഒരു ബോധം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം യുഎസ് എന്ന് പറയുമ്പോഴാണ് ഓരോരുത്തരുടെയും മനസ്സും ഇങ്ങനെ. അപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെ ജനിക്കുന്ന ഒരു 1 2 അല്ലെങ്കിൽ 3 4 വ്യക്തികളുടെ ഒരു സ്പെസിമെൻ കേസ് എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം. യു ഷുഡ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഈ പ്രത്യേകമായ ഒരു മനസ്സ് ഉണ്ടാകുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ലൈക്ക് നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലുള്ള വാസനകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലമെന്റ്സ്? നമ ശിവായ. നിങ്ങളുടെ ബൈ ബർത്തിൽ നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട്, മനസ്സിലായോ? അത് ഏതൊരു വ്യക്തിക്കും ബൈ ബർത്തിലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകൾ, നിങ്ങൾ പഠിക്കുന്ന രീതികൾ, ഇതിലെല്ലാം കൂടെ കൂടിച്ചേരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, നിങ്ങൾ ഉദ്ദേശിച്ച വ്യക്തികളുടെ ഒരു മനസ്സ് രൂപപ്പെട്ടു വരുന്നത്. ഇതിനകത്ത് നമ്മൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റും പല ആൾക്കാരുടെ പല സ്വഭാവങ്ങൾ. ഒരേ വീട്ടിലുള്ളവർ, നിങ്ങൾ പറഞ്ഞു 4 പേരുണ്ടെങ്കിൽ 4 പേർക്ക് 4 ക്യാരക്ടറായിരിക്കും. അവർക്ക് കിട്ടിയിട്ടുള്ള സാമൂഹികമായിട്ടും അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും സൊസൈറ്റി കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും, അച്ഛൻ്റെ അമ്മയുടെ നിന്ന് പോലും കിട്ടിയിട്ടുള്ള ക്യാരക്ടർ. ചാണക്യൻ പറഞ്ഞിട്ടുള്ള 4 രീതിയിലാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന്, അതായത് വീട്ടിലുള്ളവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളുകളിലോ കോളേജിലോ പോയി പഠിക്കുന്നത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ നിങ്ങൾ പഠിക്കുന്നത്. ഈ എൻവയോൺമെൻറ്റാണ് നിങ്ങളുടെ ഈ സ്വഭാവം രൂപപ്പെടുത്തുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നത്. 4ാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായം നിങ്ങളെ പഠിപ്പിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ഈ 4 എഡ്യൂക്കേഷൻ ലെവലിലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അതിനനുസരിച്ച് രൂപപ്പെടുന്നുണ്ട്, മനസ്സിലായോ? എല്ലാത്തിൻ്റെയും മൂല കാരണം വരുന്നത് ഈ ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതുപോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. ബിലീഫ് സിസ്റ്റം നല്ല രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികൾ അവിടെയും നമ്മുടെ കയ്യിൽ നിൽക്കാത്ത മറ്റൊരു എലമെന്റ് അവിടെ വരുന്നുണ്ടല്ലോ. അതാണല്ലോ നമ്മൾ ആദ്യമേ പറഞ്ഞത് യൂണിവേഴ്സൽ മൈൻഡ്, മനസ്സിലായോ? അതിന് ഇൻഫ്ലുവൻസ് ഉണ്ട് നമ്മുടെ മേലെ. ഈ ബോധം എന്ന് നമ്മൾ ചോദിച്ചു വരുന്നത്. അപ്പൊ അതിനുള്ള നമ്മള് മോഡേൺ സയൻസിൽ നോർമലി അത് പറയണമെന്നില്ല. ഇപ്പൊ ഒരാളിന്, ഇപ്പൊ ഞാനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാണ്. കാര്യം ഇപ്പം ഈ 4 വ്യക്തികൾ അവരെ ഒരേ സാഹചര്യത്തിൽ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരേ ഇതിൽ നമ്മളൊരു പരീക്ഷണ ലെവലിൽ സപ്പോസ് നമ്മളങ്ങനെ തിയററ്റിക്കലി നമ്മൾ വളർത്തി കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് ഇവരെ നമ്മൾ സൊസൈറ്റിയിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 പേരും ഒരേപോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. സാറേ, ഞാൻ ആദ്യമേ പറഞ്ഞു ജനറ്റിക്കലി സംതിങ് ഈസ് ട്രാൻസ്ഫറിങ്. നിങ്ങളുടെ ജനറ്റിക്കലി നിങ്ങൾക്ക് കിട്ടുന്ന ജീൻസ്, DNA, ഇതിനെല്ലാം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് മൈൻഡും അങ്ങനെ വരുന്നതാണോ? മൈൻഡും അങ്ങനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ആദിവാസികൾ, അതായത് പണ്ട് കാലത്ത് ശിലായുഗത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ, അവർക്ക് അതൊരു തിയറിറ്റിക്കൽ കോൺസെപ്റ്റ്. അങ്ങനെ ശിലായുഗത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന സാറേ അതിന്റെ DNA-കൾ ഡൈവേർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ്. സാറേ അതിന്റെ DNA-യും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും മാറി മാറി വരുമ്പോൾ ഇന്നും ഹ്യൂമൻ ബീയിങ്സിന് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ സിമ്പിൾ ചോദ്യം. സാറ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നു, സാറൊരു മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു, സാറ് പെട്ടെന്ന് സ്ലിപ്പായ പോലെ താഴേക്ക് വീഴുന്ന പോലെ പെട്ടെന്ന് ഞെട്ടിയിട്ടില്ലേ? വൈ? സാറിന് മാത്രമല്ല, ഈ ലോകത്തിൽ സാർ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും ഈ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഒരു കുഴിയിലേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ മരത്തുമെന്ന് ഇതുണ്ടാവുന്നില്ലേ? വൈ? എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് സാർ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് DNA കൂടെ മാറി വരുന്നൊരു സംഭവമാണ്. പണ്ട് കാലത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഇവല്യൂഷൻ പറയാം, വേണമെങ്കിൽ. എനിക്കറിയില്ല അത് എത്രമാത്രം ശരിയാവുമെന്ന്. കുരങ്ങ് മരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇരിക്കും. ഈ കുരങ്ങന്റെ കൈ സ്ലിപ്പായതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടിയടിക്കുന്നതാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഇത് ഏത് തിയറിയാണ് ഈ ഒരു പറഞ്ഞത്? ആരുടെ ഒരു കോൺസെപ്റ്റാണ്?
ഇത് സയൻസിൽ പൊതുവെ പറയുന്നതാണ്. ഈ ടെസ്റ്റുകളൊക്കെ നടത്തി അവർ പറയുന്നതാണ്. നമ്മൾ ഡേ ടൈമിൽ പറയുന്ന സാധനത്തിന് പറയുന്നത് അതൊരു സോൾ ജമ്പിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം നമ്മളൊരു ട്രാൻസിലേക്ക് പോകുമ്പോഴത്തേക്ക് നോർമലി നമ്മുടെ സോള് ട്രാവൽ ചെയ്യുന്നു. നോക്കൂ, ഞാൻ ആ സോൾ ലെവലിലേക്കുള്ള സംസാരങ്ങളൊന്നും ഇതുവരെ നടത്തിയില്ല. ഞാൻ പറഞ്ഞത് സയന്റിഫിക്കലി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അവര് ടെസ്റ്റിംഗിൽ നടത്തിയിട്ട് അവർ പറയുന്നത് ഇതാണ് ഇവല്യൂഷനിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണത്. പെട്ടെന്ന് കുഴിയിലേക്ക് വീഴുന്നതായിട്ട് വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ച എന്റെ ചോദ്യത്തിൽ നമ്മുടെ സ്പിരിച്വൽ സയൻസിലെ എവല്യൂഷൻ പോലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു അത് അടുത്ത ലെവല് സംസാരിക്കാം. ഈ ലെവലിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇത് ഞാൻ സയന്റിഫിക് ലെവലിലാണ് പറയുന്നത്. അവര് പറയുന്നത് ഇതാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ DNA നിങ്ങളെ ഓരോ ഇതിലും മാറി മാറി വരുന്നു. ഇപ്പൊ പാമ്പിനെ പേടിയില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടോ ഈ പാമ്പ് പിടുത്തക്കാരൊഴിച്ച്? ബാക്കി എല്ലാവർക്കും പാമ്പിനെ പേടിയാണ്. അപ്പൊ അതിനും പറയുന്ന കാരണം എന്താണെങ്കിൽ പാമ്പിനെ നമുക്ക് പേടിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്ന ആ ഒരു കാര്യമാണ്. അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ നമുക്ക് പേടി വരുന്നത്. അന്നത്തെ കാലത്ത് ഈ ഗുഹാമനുഷ്യരോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലത്തുള്ള മനുഷ്യരോ അവര് എന്തിനെയൊക്കെ പേടിച്ചിരുന്നോ അതിനെല്ലാം നമുക്കും അറിയാതെ തന്നെ ഒരു പേടി വരുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ എന്നാണ് സയൻസ് പറയുന്നത്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ആ കാലത്ത് നമ്മുടെ ഈ മൈൻഡ് എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം അതാ പറഞ്ഞത്. അവര് അന്ന് എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത്, നിങ്ങളുടെ ഫ്രണ്ടൽ കോർച്ചുകളൊന്നും അന്ന് ഇല്ല. നിങ്ങൾക്ക് ഈ ഫ്രണ്ടിലുള്ള ഇതൊന്നും ഇല്ല നിങ്ങൾക്ക്. അതൊക്കെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുവരേക്കുള്ളത് എല്ലാം ഇങ്ങനെ ഇവല്യൂഷൻ വന്ന് നിങ്ങളിലേക്ക് ഇന്നും അത് വരുന്നുണ്ട്. അതാണ് നിങ്ങളുടെ മൈൻഡിന്റെ ഒരു സ്പിരിച്വൽ സയൻസിൽ പറയുന്നത് നമ്മുടെ 84 ലക്ഷം സ്പീഷീസ് ഉണ്ടെന്നും ഈ 84 ലക്ഷം സ്പീഷീസിന്റെ എക്സ്പീരിയൻസ് നമ്മൾ ഈ ഓമ്പിലായിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഇത് വരുന്നുണ്ടല്ലോ, ബൈ ഹാൻഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ. നോക്കൂ, ഇവർ ഈ പറയുന്ന സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളും നമ്മുടെ സ്പിരിച്വൽ സയൻസിൽ നിന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളും ഏകദേശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പേരിലും ഭാഷയിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് തന്നെ. മോഡേൺ സയൻസ് ഏറ്റവും ഗ്രോ ഇനി അതിലേക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ മോഡേൺ സയൻസ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഈ ആറ്റത്തിന്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു. നമ്മൾ സ്കൂളിൽ പഠിച്ചതെന്നാണ് ആറ്റമാണ് ഏറ്റവും ചെറിയ കണിക. ഇപ്പൊ പറയുന്നു അതല്ല, എനർജിയാണ് ഏറ്റവും ചെറിയ കണിക. നാളെ ഇത് മാറും. അപ്പൊ ഞാൻ ചോദിച്ചു വന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അപ്പൊ ഈ 4 വ്യത്യസ്തരായ ആൾക്കാരെ നമ്മൾ ഒരേ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരേ ഇത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോഴേ ഇവരുടെ ഉള്ളിലുള്ള മറ്റൊരു എക്സ് ഫാക്ടർ, നമ്മൾ ഈ DNA അല്ല, അവർക്ക് കിട്ടിയ സാധനങ്ങളല്ല, അതല്ലാതെ മറ്റൊരു ഫാക്ടർ അവരതിനകത്ത് വർക്ക് ചെയ്യാം. കാരണം എക്സാമ്പിൾ പറയുമ്പോൾ സത്യസായി ബാബു പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ അത് ഓർക്കുന്നുണ്ട്. കാരണം ഒരു ഫാദർ സൺ അല്ലെങ്കിൽ രക്ഷകർത്താവും കുട്ടികളും തമ്മിലുള്ള ബന്ധം 4 രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഫാദർ എന്നുള്ള കോൺസെപ്റ്റിലാണ് പറയുന്നത്. ഇപ്പോൾ ഫാദർ ടിപ്പിക്കലി ഗുഡ് പേഴ്സൺ, മകനും ഗുഡ് പേഴ്സൺ, കണ്ടീഷൻ 1. ഫാദർ വേസ്റ്റ്, സൺ വേസ്റ്റ്, രണ്ടാമത്തെ കണ്ടീഷൻ. ഫാദർ ഗുഡ്, സൺ വേസ്റ്റ്, തേർഡ് കണ്ടീഷൻ. ഫാദർ വേസ്റ്റ്, സൺ ഗുഡ്. അപ്പോൾ ഇതിന് 4 എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ റെയറിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഫാദർ വളരെ ക്രൂവലായിട്ടുള്ളൊരു പേഴ്സണാണ്, വളരെ ഇതായിട്ട് മിലിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ നമ്മളങ്ങനെ വെറുതെ വിളിക്കുന്ന മിലിറ്ററി സിസ്റ്റം, പക്ഷെ അങ്ങനെ അത്രയും ഒരു അടിച്ച് അമർത്തി ഇങ്ങനെ വളർത്തിയ ഒരു കുട്ടി ഭാവിയിൽ അയാൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അയാളും ഇതുപോലെ തന്നെ അടുത്തതിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഹിരണ്യകശിപുവിന്റെ മകൻ എന്ന് പറയുന്നത് ഏറ്റവും ടോർമെന്റ്സ് അനുഭവിച്ച ഒരാളാണ്, പക്ഷേ അയാൾ എന്ത് ചെയ്തു? ഹി ഹാസ് ബിക്കം സച്ച് എ ഗ്രേറ്റ് പേഴ്സൺ. അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലറിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രൂരനായിരുന്നു. തെരണ്ടിയുടെ വാല് കൊണ്ട് വെച്ചിട്ട് ദിവസം അടിക്കുവാൻ. അതുകൊണ്ട് അയാൾ അത്രയും വലിയൊരു ക്രൂവൽ പേഴ്സണാലിറ്റി മാറി. അപ്പൊ അതായത് നമ്മൾ ഈ മനസ്സിലാക്കാത്ത മറ്റൊരു എക്സ് ഫാക്ടർ ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് മൈൻഡിനെ സ്വാധീനിക്കുന്ന നമ്മുടെ മൈൻഡിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കൂടുതൽ പോവുകയാണ്. അപ്പൊ ആ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ആവരണം ചെയ്തിരിക്കുന്ന ഇപ്പൊ ബിജു പത്മനാഭൻ എന്ന് ഞാൻ എന്നെ തിരിച്ചറിയാൻ ശ്രമിക്കുമ്പോഴൊക്കെ എൻ്റെ ഈ നമ്മൾ പറഞ്ഞ ശുദ്ധമായ ബോധത്തിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഷീത്തായിട്ടാണ് ഞാൻ മൈൻഡിനെ വായിക്കുന്നത്. ഓക്കെ, ഇത്രയും വർഷം നല്ല പഠനങ്ങളിൽ ഞാൻ വായിക്കുന്നത് അങ്ങനെയാണ്. അതൊരു ഷീത്താണ്. അപ്പൊ ഈ ഷീത്തിനകത്താണ് ലൈക്ക് ഒരു പ്രിസൺ പോലെ. ആ പ്രിസണിന്റെ 2 ഓപ്പണിങ്സ് ആണ് ഈ കണ്ണുകൾ. ഈ കണ്ണുകളിലൂടെ അകത്തിരുന്നുകൊണ്ട് ശുദ്ധബോധം വെളിയിലേക്ക് നോക്കുന്നു. പക്ഷെ അയാൾക്ക് സ്വാതന്ത്ര്യമില്ല, ബിക്കോസ് ഹീസ് കവേർഡ് വിത്ത് ദിസ് വൺ. അപ്പൊ അതിന് പറയാൻ കാരണം ഈ സാധനത്തിനെ ഡീലിങ്ക് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ മെമ്മറീസ്, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാസനകളുടേതായ ഈ ഷീത്തിനെ നമ്മൾ ഡീലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശുദ്ധബോധത്തിലേക്ക് പോകാൻ പറ്റും. അതാണ് ഈ കാർമിക് ക്ലിയറിങ്ങിലൂടെ ചില ഗുരുക്കന്മാർ ചെയ്യുന്നു. ചില മഹാന്മാരായ യോഗികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ട് അവർ ശുദ്ധബോധത്തിലേക്ക് ഉയർന്നു പോകുന്നു പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും അല്ലാതെ മറ്റൊരു എക്സ് ഫാക്ടർ, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ എക്സ് ഫാക്ടർ, അത് ഈ പറയുന്ന ആളുകളുടെ പേഴ്സണയെ സ്വാധീനിക്കുന്നില്ലേ? അത് എങ്ങനെയാണ് അങ്ങയുടെ ഈ സിസ്റ്റം? നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, ബോധം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്ന് നമ്മൾ വിളിക്കുന്ന സാധനം, ആ ബോധം, ശുദ്ധബോധം അഥവാ
സാധാരണ ബോധം എന്തായിരുന്നാലും നമ്മളെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അതാണ് ഈ DNA എന്നോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയുക ഇതൊന്നും കാരണം വിളിച്ച് അവരെന്ത് പേരിട്ട് വിളിച്ചാലും ഇതെല്ലാം ഒബ്വിയസ്ലി നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരുന്നത് അല്ലേ. ഇപ്പോൾ DNA ഫാക്ടർ ആണെങ്കിലും മറ്റുള്ളത് എന്താണെങ്കിലും അതെല്ലാം സാറ് പറഞ്ഞ അതേ ഫാക്ടറിലേക്ക് തന്നെ വരുന്നു. മനസ്സിലായില്ലേ? അപ്പം സയൻസ് അതിൻ്റെ രൂപത്തിൽ അതിൻ്റെ രീതിയിൽ അത് വ്യാഖ്യാനിക്കണം. സാറ് ഈ പറഞ്ഞ വേറെ രൂപത്തിൽ സാറ് പറഞ്ഞ രീതി അത് വേറെ രീതിയിൽ വരുന്നു. സ്കൂൾ ഓഫ് തോട്ട്സ് ദർ ആർ സോ മെനി. ഇപ്പോൾ ആർക്കും എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ പുരാണങ്ങളിലുള്ളത്. ഇതിനെല്ലാം നമ്മൾ ഒരേ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോസിബിൾ. ഓരോന്നും പറയുന്നത് ഇപ്പോൾ ഉപനിഷത്ത് പറയുന്ന പോലെ ആവില്ല നമ്മുടെ രാമായണം പറയുന്നത്, അതുപോലെ ആവില്ല മഹാഭാരതത്തിൽ പറയുന്നത്. എല്ലാത്തിലും വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ ശുദ്ധബോധം എന്ന് പറയുന്നത്. ആ ശുദ്ധബോധത്തിലേക്ക് എത്താൻ വേറെ വേറെ കുറുക്ക് വഴികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ കണ്ടിട്ടുള്ള വഴി, നമ്മൾ പഠിച്ചിട്ടുള്ള വഴി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ വൈബ്രേഷനെ ഉയർത്തിക്കൊണ്ടുവന്ന് മേലേക്ക് പോകാൻ മാത്രമേ നമുക്ക്. അപ്പൊ ഈ മൈൻഡിനെ ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലാതെ, അതായത് നമുക്ക് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയാൻ കഴിയാത്ത രീതിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എലമെന്റ്സ് സ്വാധീനിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സാറിന്റെ ഒബ്സർവേഷൻ, സാറ് പഠിച്ച അക്കാഡമിക് ഗ്രന്ഥങ്ങളിൽ കാണാതെ ഞാൻ പറഞ്ഞല്ലോ, സാറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാർ, നമ്മളറിയാതെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ. മനസ്സിലായോ? ഇതിനൊക്കെ പേരിട്ട് വിളിക്കാൻ ഞാൻ ആളല്ല, പക്ഷേ അപ്പൊ ഞാൻ ഓരോന്നായിട്ട് അങ്ങോട്ട് ചോദിക്കും. അതായത് ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് ഒരാളുടെ ഒരു വ്യക്തിയുടെ ഒരു പ്രോബ്ലം നോക്കുമ്പോഴത്തേക്ക് ഒന്ന് നോക്കുന്നത് അയാളുടെ സ്ഥലബാധ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാം, ആ ഒരു സ്ഥലം, പർട്ടിക്കുലർ പ്ലേസ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് സാറിനുണ്ടോ? നമുക്ക് ഞാൻ ഓരോന്നായിട്ട് ഡിസ്കസ്. ഞാൻ സ്ഥലം സാധാരണ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ വിസിറ്റ് ചെയ്ത് ഞാൻ പോയി നോക്കാറില്ല. പക്ഷെ വന്ന് പറയുമ്പോൾ അവരുടെ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സുകൊണ്ട് കിട്ടും. ഒരിക്കൽ കോട്ടയത്ത് നിന്ന് ഒരു വ്യക്തി വന്നിരുന്നു. അയാൾ വന്നിട്ട് അയാളുടെ സ്ഥലത്തിൻ്റെ കാര്യം മറ്റുള്ളതൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻറ്റ്യൂഷൻ കാണും. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഇരിക്കുന്ന സ്ഥലം ഒരു ശ്മശാനമായിരുന്നോ പണ്ട്? അപ്പോഴൊന്നും ആയിരുന്നു. ഓക്കെ. പിന്നെ ഇയാളെ നമ്മൾ ഹിപ്നോസിസിൽ കൊണ്ടുപോയി നമ്മൾ ഡീപ്പ് സ്റ്റേജിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ മറ്റൊന്നും തെളിയുന്നില്ല, ഒരു കണ്ണ് മാത്രമേ തെളിയുന്നുള്ളൂ. ഒന്നും വേറെ കാണുന്നില്ല, കണ്ണ് മാത്രം. ടു ബി വെരി ഫ്രാങ്ക് ആൻഡ് പ്രിസൈസ്, ഞാൻ കട്ട് ചെയ്ത് ഞാൻ അയാളെ തിരിച്ചു കൊണ്ടുവന്നു. ഇയാൾ പോയതിന് ശേഷം ഞാനും വൈഫും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ ലെഫ്റ്റ് ഐയിൽ ഒന്നും കാണുന്നില്ല, ആകെ മൂടി കെട്ടി നിൽക്കുക. ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. കുറച്ച് ദിവസം പിടിച്ചിട്ടാണ് ഈ കണ്ണെൻ്റെ ശരിയായത്. എന്ത് ഉത്തരം ഞാൻ പറയണം അതിന്? എനിക്കൊന്നും പറയാനില്ല. ഞാൻ നോക്കിയപ്പോ ഇയാൾ ഈ പറയുന്ന അവിടെ വലിയൊരു ബാധയുണ്ട്. നമ്മുടെ നോട്ടത്തില് ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ നെഗറ്റീവ് എനർജി, ഒരു വലിയ നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പൊ ഞാൻ അതിനോട് ചോദിച്ച ചോദ്യങ്ങൾ അതിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അത് എന്നെ ശരിക്കും ശിക്ഷിച്ചു. ഒരു ചെറിയ ഒരു പണിഷ്മെന്റ് എനിക്ക് തന്നു. ആൻഡ് ഐ ഗോട്ട് ഇറ്റ്. മനസ്സിലായോ? പിന്നീട് ആ വ്യക്തി എന്നെ വിളിച്ചു വരട്ടെ ചോദിച്ചപ്പോൾ ദയവ് ഇത് വരരുത്, കാരണം അവിടെ കിടക്കുന്ന അത്രയും വലിയ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ എങ്ങനെ വെച്ച് തീർക്കുക, അല്ലെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് വരാം. മനസ്സിലായി? പിന്നെ അയാൾ കോട്ടയത്താണ്, ഞാൻ തൃശ്ശൂരാണ്, എനിക്ക് അവിടെ പോയി തീർക്കാനൊന്നും ഞാൻ നിൽക്കില്ല. നമ്മൾ അങ്ങനത്തെ കാര്യത്തിൽ നിൽക്കില്ല. അപ്പൊ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചില ആൾക്കാർ പറയും, അതായത് ഇപ്പൊ ചില ആൾക്കാർ മേ ബി അവർക്ക് ദൈവവിശ്വാസം കാണില്ല, വേറെ ഒരു കാര്യം കാണില്ല, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. പബ്ലിക്കായിട്ട് ഇതിനെ എല്ലാത്തിനും നിഷേധിച്ച് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ആളുകൾ, വളരെ ചില്ലായിട്ട് ജീവിക്കുന്നവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അവർ കംപ്ലീറ്റ് ആയിട്ട് നെഗേറ്റ് ചെയ്ത് കളഞ്ഞാലും അവർക്ക് ഇതില്ല. അതേസമയം വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വളരെ കാര്യത്തോടെ പോകുന്ന ആളുകൾക്കെല്ലാം ഈ പറയുന്ന ഓരോരോ കുരിശുകൾ വരികയും ചെയ്യാം. അപ്പൊ ഇവിടെ ഒരു കാര്യം, രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആവുന്നിട്ട് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ എങ്കിലും ഈ പറയുന്ന ഒരു കൂടാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വീട്ടിലേക്ക് ഒരു പർട്ടിക്കുലർ വ്യക്തി ചെന്ന് കയറണം, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പ്ലേസിലേക്ക് ഒരാൾ ചെന്ന് കയറണമെങ്കിൽ അവിടെ നമ്മൾ പറയുന്ന മറ്റൊരു എലമെന്റ് ഉണ്ട്, ഇത് കർമ്മ. അപ്പോ വാട്ട് ഈസ് ദ റോൾ ഓഫ് കർമ്മ ഇൻ വൺസ്? എന്താണ് ഈ മൈൻഡിന്റെ ഒരു സെറ്റിംഗിൽ? കർമ്മയ്ക്ക് നമുക്ക് എങ്ങനെ വേണേ വ്യാഖ്യാനം കൊടുക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് സാറ് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഫിയർ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇമോഷൻ. മനസ്സിലായോ? ഈ ഫിയർ ഇമോഷൻ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ ഫിയർ നമ്മളെ തന്നെ തിന്നും. മനസ്സിലായോ? ഇറ്റ് ക്യാൻ കിൽ us. കാരണം ആ ഫിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഇവിടെ വന്ന് റൂം എടുക്കുന്നു, ഞാൻ താമസിക്കുന്നു, ഹോട്ടലിൽ ഞാൻ താമസിക്കുന്നു, എൻ്റെ തലയ്ക്ക് മേലായിട്ടൊരു ഫാനുണ്ട്. ഓക്കെ, ഞാനത് ഓൺ ചെയ്യുന്നില്ല, കാരണം AC വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഫാൻ ഓൺ ചെയ്യുന്നില്ല. ബട്ട് ഇൻ ബിറ്റ്വീൻ മൈ സ്ലീപ്പ്
ഞാനൊന്ന് കണ്ണു തുറന്നു. കണ്ണു തുറക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ അതിൽ തൂങ്ങി നിൽക്കുന്ന ഒരാളെ കാണും. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ്സ് മൈ ഫിയർ. എനിക്ക് കയ്യും കാലും തളർന്നിട്ട് എണീറ്റ് ഒന്ന് തൊട്ട് നോക്കാൻ ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ പോലും എനിക്ക് സാധിക്കില്ല. മനസ്സിലായോ? കാരണം ആ ഫിയറാണ് അതിൻ്റെ കാരണം. എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അനുഭവം. ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതായത് ഈ ഫിയർ ഫാക്ടർ ഉള്ളപ്പോഴും മാത്രം തെളിഞ്ഞു വരുന്ന ഒരു ടൈം സ്ലിപ്പ് ആയിരിക്കും. ഏതെങ്കിലും ഒരു സാറേ, ടൈം സ്ലിപ്പ് എന്നുള്ളത് ഇവരൊക്കെ പറയുന്ന ഭാഷയാണ്. നമ്മുടെ ജോർജ് മാത്യു സാറിനെ പോലുള്ളവർ പറയുന്ന ഒരു വാക്കാണ് ടൈം സ്ലിപ്പ് എന്നുള്ളത്. പക്ഷെ കാണുന്ന റിയാലിറ്റി ഞാൻ ടൈം സ്ലിപ്പ് എന്ന് പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ടൈം സ്ലിപ്പ് എക്സ്പീരിയൻസിന് കാരണം സാറിന്റെ മൈൻഡ് ഭയം കൊണ്ട് ആ ഒരു കാലത്തിൽ എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ടൈം സ്ലിപ്പ് അല്ലെങ്കിൽ മെമ്മറി ഒരു ഭയവും ഇല്ലാതെ കിടന്നുറങ്ങുന്ന ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് ടൈം സ്ലിപ്പ് എന്നോ പേടിയെന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കാനെന്നുള്ള അത്രയ്ക്കുള്ള അറിവൊന്നും എനിക്കില്ല. ബട്ട് ഐ ഹാവ് സീൻ ഇറ്റ്. But for few seconds, it was deleted totally. എങ്ങനെ എന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാൻ കണ്ടു, അത് കഴിഞ്ഞപ്പോൾ അത് ഇല്ലാണ്ടായി. പിറ്റേ ദിവസം ഞാൻ ആ ഹോട്ടലിൽ പോയി ഞാൻ അന്വേഷിച്ചു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ചോദിച്ചു. അവരൊന്നുണ്ട് സാർ, പക്ഷെ 5-6 വർഷം മുമ്പാണ്. ഹൗ ഐ കുഡ് സീ ദാറ്റ്? ഞാൻ എങ്ങനെ കണ്ടു? ഞാൻ കണ്ട കാര്യമാണ്. എനിക്ക് ഒരാൾ പറഞ്ഞാൽ ആ കഥയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തള്ളാം. ഞാൻ കണ്ടതോ, ഞാൻ വെള്ളമടിച്ചിട്ടില്ല, ഞാൻ നല്ല സുഖമായിട്ടുള്ള ഉറക്കത്തിലായിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് ഞെട്ടിയിട്ടാണ് കണ്ണുറക്കുന്ന പോലെ. നമുക്ക് അങ്ങനെ സംഭവിക്കല്ലോ. ഇൻ ദ മിഡിൽ ഓഫ് മൈ സ്ലീപ്പ് ആ കണ്ണുറന്ന് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ലുങ്കിയൊക്കെ കൊടുത്തിട്ട് പെട്ടെന്നൊന്ന് ഇതായി. ഞാൻ കൈയെത്തിച്ചു നോക്കി, അപ്പോഴേക്കും പിന്നെ കാണണ്ടായി. സാറിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്? അല്ലെങ്കിൽ എൻ്റെ എക്സ്പ്ലനേഷൻ അതിന് ടൈം സ്ലിപ്പ് എന്നൊന്നും പറഞ്ഞ് പുച്ഛിക്കാനൊന്നും എനിക്ക് പറ്റില്ല. സംതിങ് ഹാസ് ഹാപ്പൻഡ് ദെയർ ആൻഡ് ദ എനർജി ഈസ് സ്റ്റിൽ ദെയർ. ഐ ഡു ബിലീവ് ലൈക്ക് ദാറ്റ്. ആ എനർജി ഇപ്പോഴും അവിടെ ഉണ്ട്. എനർജി എന്ന് പറയുമ്പോൾ നോക്കൂ, നല്ല എനർജി ചീത്ത എനർജി എന്നില്ല. എനർജി ഒന്നേ ഉള്ളൂ. അത് നല്ലതാവാം ചീത്തയാവാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അത് നല്ലതാവാം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് അത് ചീത്തയും ആവാം. അപ്പോൾ ആ എനർജി അങ്ങനെ ഒരു ഇതിൽ വന്ന് പെട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ എനർജി ആ റൂമിലുണ്ട്. പക്ഷെ എനർജി നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കുന്നില്ല. ഇഫ് യു ആർ സോ കോൺഫിഡൻറ്റ്, നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ചെയ്ത വീഡിയോയും ആക്ച്വലി അതായിരുന്നു. കാരണം ആളില്ലാ സ്ഥലങ്ങളിൽ കേൾക്കുന്ന അപരിചിതമായ ശബ്ദങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പൊ ഈ യൂറോപ്പിലൊക്കെ ഇങ്ങനെയുള്ള ചില മാൻഷൻസ് ഉണ്ട്. അപ്പൊ അവരതിനെ ഇപ്പോഴും റെസിഡുവൽ ഗോസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് അവരൊരു അല്ല അവിടെ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ്. മീൻസ് അവർ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, ദർ ഇസ് എ ഗോസ്റ്റ് ഇൻസൈഡ്, യു ക്യാൻ കം ആൻഡ് ലീവ് എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചൊരു പ്ലസന്റ് ആയിട്ടുള്ള ഗോസ്റ്റുകളാണ്, കുറച്ച് പ്ലീസിങ് ആയിട്ടുള്ള. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇപ്പോഴും വളരെ വിചിത്രമായിട്ടുള്ള ചില ഈ ഇതിന്റെ ഫുഡിന്റെ മണം വരും ചില പർട്ടിക്കുലർ ടൈമിൽ. മീൻസ് പീപ്പിൾ ആർ മാത്യു സാർ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിന്റെ സൈഡിൽ കൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ആളുകളെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന ചങ്ങലകളിൽ കൊണ്ട് വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന, അതിൻ്റെ അടുത്തൊരു കൊലനിലം ഉണ്ടായിരുന്നു പഴയ. അപ്പോൾ അവിടേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നത് അതിപ്പോഴും ആ ടൈമിൽ പർട്ടിക്കുലർ ടൈമിൽ ഇത് ആവർത്തിച്ച് വരുന്നു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ ഇംഗ്ലീഷിൽ രസകരമായ പണ്ടേതോ എന്നൊരു സിനിമയുടെ ഒരു ടൈറ്റിലായിരുന്നു, തിങ്ക് യു ആർ എലോൺ ? തിങ്ക് എലോൺ, സോറി തിങ്ക് അഗെയിൻ, തിങ്ക് യു ആർ എലോൺ, തിങ്ക് അഗെയിൻ. വണ്ടർഫുൾ ആയിട്ട് സംഗതിയാണ്. അപ്പൊ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള പല സംഗതികളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് യഥാർത്ഥത്തില് നമ്മുടെ മൈൻഡാണോ, മീൻസ് ആ മരണപ്പെട്ടു പോയ ആളുടെ സൈക്കിക് ബോഡിയാണോ, നമ്മുടെ ഫാൻഡം എന്ന് വിളിക്കുന്നു, അതാണോ, അതോ അത് അദ്ദേഹത്തിന്റെ കോൺഷ്യസ്നെസ് ആണോ, അതോ ഈ എനർജി തന്നെയാണ് സാർ അവിടെയും വർക്ക് ചെയ്യുന്നത് എൻ്റെ നോട്ടത്തിൽ. എനിക്ക് അത്ര ജോർജ് സാറിന്റെ പോലെ അത്രയ്ക്കുള്ള വിവരമൊന്നുമില്ല, പക്ഷെ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാണ്, ദ എനർജി ഈസ് ദർ. ദാറ്റ് മീൻസ് എ സോൾ. ദാറ്റ്സ് എ സോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾ എന്ന് വിളിക്കാം. ഇപ്പോൾ ഞാൻ നടത്തുന്ന മെഡിറ്റേഷൻ ക്ലാസ്, ഈ മെഡിറ്റേഷൻ ക്ലാസ്സിന് നമ്മൾ മാസ്റ്റേഴ്സിനോ സ്പിരിച്വൽ ഗൈഡിനോ ആരോ വേണമെങ്കിൽ ഇവർക്ക് കാണാമെന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് കൊടുക്കുന്നുണ്ട്. നമ്മളതിനകത്ത് ആദ്യമേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട രൂപം, നിങ്ങളുടെ മനസ്സിലുള്ള രൂപം നിങ്ങൾ ആദ്യമേ കാണണം. ഇപ്പം മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു, ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലം, അവിടെയുള്ള ദേവിയാണ് ഞാൻ വിളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ദേവിക്ക് എൻ്റെ മനസ്സിലൊരു രൂപം വേണ്ടേ? ഇപ്പം നിങ്ങളുടെ മനസ്സിൽ കൃഷ്ണനായിക്കോട്ടെ, രാധ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക പാർവതി ആയിക്കോട്ടെ,
ഭദ്രകാളി ആയിക്കോട്ടെ, നിങ്ങൾ അതിന് രൂപം കൊടുത്തിട്ടില്ലേ? അതെ. നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള കുറേ ഫോട്ടോസും മറ്റുള്ളതും ഇത് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു രൂപമുണ്ട് ഇല്ലേ? വേറെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് നമ്മൾ രൂപം ഇല്ല, അവർക്ക് ഇറ്റ്സ് എനർജി. പക്ഷെ അതിനൊരു രൂപം നിങ്ങൾ കൊടുത്താൽ, ഇപ്പം ഞാൻ മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്താണെങ്കിൽ, പണ്ടത്തെ കാലത്ത് ഒരു മഹാമുനി താടിയൊക്കെ വെള്ള താടിയൊക്കെ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ ജടയൊക്കെ കെട്ടിവെച്ച് കയ്യിൽ കമണ്ടലും മറ്റുള്ളതൊക്കെ പിടിച്ച് വരുന്ന ഒരു സന്യാസി. ഇതിനാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഐ ക്യാൻ സീ ദാറ്റ് വെരി ക്ലിയർലി. അതെൻ്റെ മനസ്സിൻ്റെ സങ്കല്പമായിരിക്കാം, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ കൊടുത്തതാണ് ആ എനർജിക്ക് ഒരു രൂപം. മനസ്സിലായോ? അത് ചിലപ്പോൾ സാറിരുന്ന സാറിന് കിട്ടിയെന്ന് വരില്ല. ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടും ആ രൂപം. എപ്പോൾ വേണമെങ്കിലും എനിക്ക് കാണാൻ പറ്റും. നമ്മളെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മള് അവരുടെ മൈൻഡിനോട് പറയുന്നു, ആ എനർജിക്ക് നമ്മളാണ് രൂപം കൊടുത്തത്. ഈ പ്രേതം ഭൂതം പിശാച് എന്നൊക്കെ പറയുന്ന സാധനത്തിന് നമ്മളാണ് രൂപം കൊടുത്തത്. മനസ്സിലായോ? അപ്പൊ അത് സത്യമായി മാറി. മനസ്സിലായോ? അപ്പൊ അങ്ങനെ സത്യമായി മാറുമ്പോൾ ഇപ്പൊ ഈ ചെങ്ങലയുടെ കാര്യം സാറ് പറഞ്ഞല്ലേ, ഞാൻ ചെറുപ്പത്തിലെ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയാം, എന്ന് വെച്ചാൽ ഗ്രാമമല്ല, ടൗണുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് ഞാൻ ജീവിച്ചത്. അപ്പോൾ അവിടെ എന്നും വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രഹ്മരക്ഷസിൻ്റെ സ്ഥലമായിരുന്നു അത്. ബ്രഹ്മരക്ഷസ് രാത്രി 12 മണിയൊക്കെ കഴിയുമ്പോൾ ഒരു ചെങ്ങലയും കിലിക്കൊണ്ട് ഇതിലെ പോകും. അതിൽ കാലും ഒരു ചെങ്ങലുണ്ട്, അതും വലിച്ചുകൊണ്ട് ഇതിലെ പോകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ചെറിയ കുട്ടിയായിരുന്നെങ്കിലും 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കതൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ പലപ്പോഴും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ആ ഫ്രണ്ടിലെ റൂമിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തൊരു അവസരത്തിലൊക്കെ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടില്ല, ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചെങ്ങലയുടെ കിലുക്കം രാത്രി കേട്ടു. ചാടി എണ്ണിട്ടു. അപ്പോൾ ടോർച്ചും വടിയൊക്കെ സൈഡിലുണ്ടാവും, വില്ലേജ് സൈഡ് ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ ഒക്കെ നോക്കിയിട്ടായിരിക്കും. ചാടി ഇറങ്ങി ഞങ്ങൾ ചുറ്റിനും നോക്കി, ഒന്നും കാണാനില്ല. മനസ്സിലായോ? അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആദ്യമൊക്കെ വിചാരിച്ച ആന പോയതാവുന്ന വിചാരിച്ചു. എന്നിട്ട് റോഡിലൊക്കെ ഇറങ്ങി ടോർച്ചൊക്കെ അടിച്ചു നോക്കി, ഒരു ആനയില്ല, ഒന്നുമില്ല, ഒരു മനുഷ്യൻ പോലും ഒരു മനുഷ്യൻ പോലും ഇല്ല. പക്ഷേ ഈ ചെങ്ങലകിലേക്ക് ഞങ്ങൾ രണ്ടുപേരും വളരെ വ്യക്തമായിട്ട് കേട്ടു. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന്റെ കൂടെ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. ഈ കല്ലേറ് എന്ന് പറഞ്ഞ സംഗതി വരുന്നുണ്ട്. എന്റെ നാട്ടിൻപുറത്തുള്ള വീട്ടിൽ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസുകളുണ്ട്, എന്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വീടിനോട് ചേർന്നുള്ളൊരു കുറച്ച് ഉള്ളൊരു വീടാണ്. ആ വീട്ടിൽ ഗൃഹനാഥൻ അദ്ദേഹം ഇറാഖിൽ നിന്ന് വന്ന ഒരാളാണ്. പുള്ളി അവിടെ ഉള്ളതായിട്ടൊക്കെ ജീവിക്കുന്നു, വളരെ അത്യാവശ്യം ഇതായിട്ട് ജീവിക്കുന്ന ഒരു പർട്ടിക്കുലർ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലെ ഒരു ദിവസം പർട്ടിക്കുലർലി ഒരു മണി ശബ്ദം കേട്ടു, ഒരു മണിയുടെ ശബ്ദം. അതിങ്ങനെ വീടിന്റെ ചുറ്റാ കേൾക്കുന്നു. അപ്പോൾ പുള്ളി ഉടനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നോക്കാൻ ശ്രമിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴച്ച പെയ്ത്ത് പോലെ വന്നു. മഴയുടെ ഒരു സാഹചര്യവും ഇല്ല അവിടെ. അപ്പൊ പുള്ളി പെട്ടെന്ന് അകത്ത് കയറുമ്പോൾ ആ മണി ശബ്ദവും പോയി, ഇതും പോയി. പക്ഷെ ഇത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു സൈക്കിളിൽ, ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാണ്, ഒരു 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളിൽ ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എൻറ്റിറ്റീസ്, അപ്പോൾ അവരുടെ ഒരു പ്രസൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഏരിയ ആയിട്ടാണ്. മീൻസ് നമ്മൾ മാത്രമല്ല, വി ആർ നോട്ട് ഓൺലി ദ കസ്റ്റോഡിയൻസ്. അല്ല, ഞാനും നോക്കൂ, അന്ന് എനിക്ക് ഇതിൽ വിശ്വാസമൊന്നുമില്ല. ഇവര് ഈ ബ്രഹ്മരക്ഷസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തമാശയായിട്ട് ചിരിച്ചു തള്ളും. അമ്മയൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് പറ പാടുന്നില്ലേക്കും. പക്ഷേ ഞാൻ വലുതായതിനു ശേഷം ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്നെ വിശ്വസിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. എനിക്കൊരു മകൻ ജനിച്ചു. അറ്റ് ദ ഏജ് ഓഫ് 28 or 29 എനിക്ക് ആ പ്രായത്തിൽ ഒരു മകനുണ്ടായി.